ഹുസൈനി ബ്രാഹ്മണർ എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു കയ്യിൽ പവിത്രമായ വേദങ്ങൾ, മറുകൈയിൽ കർബലയിലെ രക്തസാക്ഷിത്വത്തിന്റെ കണ്ണീർപ്പാടുകൾ. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം, പക്ഷേ ചരിത്രത്തിൽ അങ്ങനെ ഒരു ജനവിഭാഗമുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചെറുമകൻ ഇമാം ഹുസൈന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സ്വന്തം ചോരയും മക്കളെയും അടക്കം ആഹൂതി നൽകിയ ഒരു കൂട്ടം ഹൈന്ദവ യോദ്ധാക്കൾ. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ കർബല യുദ്ധത്തിൽ ഇമാം ഹുസൈന് വേണ്ടി ജീവൻ വെടിഞ്ഞ ആ ഭാരതീയരുടെ കഥ നിങ്ങൾക്കറിയാമോ? മതസൗഹാർദ്ദത്തിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ഹുസൈനി ബ്രാഹ്മണരുടെ ആരും പറയാത്ത ആ വീരചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. മതസൗഹാർദ്ദത്തിന്റെ തിളക്കമാർന്ന അധ്യായങ്ങളിൽ എന്നും ആദരവോടെ സ്മരിക്കപ്പെടുന്ന ഒന്നാണ് ഹുസൈനി ബ്രാഹ്മണരുടെ ചരിത്രം. ഹൈന്ദവ ഇസ്ലാം സംസ്കാരങ്ങളുടെ മനോഹരമായ സംഗമത്തിന് ഇതിലും മികച്ച മറ്റൊരു ഉദാഹരണം ചരിത്രത്തിൽ കണ്ടെത്തുക പ്രയാസമാണ്. ഹൈന്ദവ പാരമ്പര്യത്തിൽ ജനിച്ച് ജീവിച്ചിട്ടും ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ദാരുണവും ധീരവുമായ കർബല യുദ്ധത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചെറുമകൻ ഇമാം ഹുസൈനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ഒരു കൂട്ടം ബ്രാഹ്മണ യോദ്ധാക്കളുടെയും അവരുടെ തലമുറകളുടെയും കഥയാണിത്. ഈ ചരിത്രത്തിന്റെ വേരുകൾ ചെന്നെത്തുന്നത് AD 681 ഇറാഖിലെ കർബലയിൽ നടന്ന ചരിത്രപ്രസിദ്ധമായ യുദ്ധത്തിലേക്കാണ്. അന്ന് അനീതിയുടെയും സ്വേച്ഛാധിപത്യത്തിന്റെയും പ്രതീകമായ യസീദിന്റെ സൈന്യത്തോട് പോരാടിയ ഇമാം ഹുസൈനെ സഹായിക്കാൻ ഇന്ത്യയിൽ നിന്നും ഒരു കൂട്ടം യോദ്ധാക്കൾ എത്തിയിരുന്നു. ദത്ത കുടുംബത്തിൽപ്പെട്ട ദത്തു റഹീബ് സിംഗ് എന്ന ബ്രാഹ്മണ പ്രമുഖന്റെ നേതൃത്വത്തിലായിരുന്നു ഈ സംഘം കർബലയിലേക്ക് യാത്ര തിരിച്ചത്. ഇമാം ഹുസൈനുമായി അങ്ങേയറ്റം ആത്മബന്ധം പുലർത്തിയിരുന്ന റഹീബ് സിംഗ് യുദ്ധത്തിൽ ഇമാമിന്റെ പക്ഷം ചേർന്ന് യസീദിന്റെ സൈന്യത്തോട് ധീരമായി പോരാടി. ഈ പോരാട്ടത്തിൽ റഹീബ് സിംഗിന്റെ 7 മക്കളും വീരമൃത്യു വരിച്ചു എന്നാണ് ചരിത്രം. ഇമാം ഹുസൈനും ദത്തു റഹീബ് സിംഗും തമ്മിൽ ഇത്ര വലിയ ആത്മബന്ധം ഉണ്ടാകാനുള്ള കാരണം ഞാനൊന്ന് വിശദമാക്കാം. ഇത് ചരിത്രവും അതോടൊപ്പം ഐതിഹ്യങ്ങളും കലർന്ന ഹൃദയസ്പർശിയായ ഒരു സൗഹൃദത്തിന്റെ കഥയാണ്. റഹീബ് സിംഗ് അറേബ്യയിൽ കച്ചവട ആവശ്യങ്ങൾക്കായി കുറച്ചുകാലം താമസിച്ചിരുന്നു. ഇമാം ഹുസൈന്റെ ഉദാത്തമായ വ്യക്തിത്വവും നീതിബോധവും കാരുണ്യവും റഹീബ് സിംഗിനെ ഇമാം ഹുസൈനിലേക്ക് ആകർഷിച്ചു. കച്ചവട സംബന്ധമായ ഇടപാടുകളിലൂടെയും വ്യക്തിപരമായ കൂടിക്കാഴ്ചകളിലൂടെയും ഇമാം ഹുസൈനുമായി അങ്ങനെ വലിയൊരു ആത്മബന്ധം അദ്ദേഹം സ്ഥാപിച്ചെടുത്തു. കുട്ടികളില്ലാതിരുന്ന റഹീബ് സിംഗിന് ഇമാം ഹുസൈന്റെ പ്രാർത്ഥനയിലൂടെയാണ് സന്താന ഭാഗ്യം ഉണ്ടായത്. ഈ ഒരു അനുഗ്രഹം അവരിൽ വലിയൊരു ആത്മീയ കടപ്പാടും അളവറ്റ സ്നേഹവും വളർത്തി. വെറുമൊരു സൗഹൃദത്തിനപ്പുറം തന്റെ ജീവനേക്കാൾ വിലപ്പെട്ട ഒന്നായി റഹീബ് സിംഗ് ഇമാമിനെ കാണാൻ തുടങ്ങി. വ്യാപാര ആവശ്യങ്ങൾ കഴിഞ്ഞ് ഇന്ത്യയിൽ തിരിച്ചെത്തിയ റഹീബ് സിംഗ് ഇമാമിനോടുള്ള കടപ്പാടും സ്നേഹവും മറന്നില്ല. കാലങ്ങൾക്ക് ശേഷം ഇമാമിന് സഹായം ആവശ്യമായ അടിയന്തര ഘട്ടത്തിൽ കർബല യുദ്ധത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പടപൊരുതാൻ തന്റെ മക്കളെയും കൂട്ടാളികളെയും കൂട്ടി റഹീബ് സിംഗ് യാത്ര തിരിച്ചു. ഇതായിരുന്നു ഹുസൈനി ബ്രാഹ്മണർ എന്ന അതുല്യമായ ഒരു ജനവിഭാഗത്തിന്റെ ആവിർഭാഗത്തിന് തുടക്കം കുറിക്കാനുള്ള നിർണായക മുഹൂർത്തം. പക്ഷേ റഹീബ് സിംഗ് എത്തുമ്പോഴേക്കും ഇമാം ഹുസൈൻ യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വരിച്ചിരുന്നു. ക്രൂരരായ യസീദിന്റെ സൈന്യം ഇമാമിന്റെ ശിരസ് വേർപ്പെടുത്തുകയും അതൊരു കുന്തത്തിൽ കുത്തി പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഈ സമയം റഹീബ് സിംഗ് എങ്ങനെയോ ഇമാം ഹുസൈന്റെ പവിത്രമായ ആ ശിരസ് ശത്രുക്കളുടെ കയ്യിൽ നിന്നും വീണ്ടെടുത്ത് തന്റെ താവളത്തിൽ ഒളിപ്പിച്ചു വെച്ചു. ഇമാമിന്റെ ശിരസ് കാണാനില്ലെന്ന് മനസ്സിലാക്കിയ യസീദിന്റെ സൈനികർ റഹീബ് സിംഗിന്റെ താവളം വളയുകയും ഹുസൈന്റെ ശിരസ് തങ്ങൾക്ക് വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇല്ലെങ്കിൽ റഹീബ് സിംഗിനെയും കുടുംബത്തെയും കൊന്നുകളയുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി. എന്നാൽ താൻ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ച ഇമാമിന്റെ ശിരസ് ശത്രുക്കളുടെ ക്രൂരതയ്ക്ക് വിട്ടുകൊടുക്കാൻ റഹീബ് സിംഗ് തയ്യാറല്ലായിരുന്നു. ശത്രുക്കളെ വഴിതിരിച്ചുവിടാൻ റഹീബ് സിംഗ് ഒരു കഠിനമായ തീരുമാനമെടുത്തു. അദ്ദേഹം തന്റെ മൂത്ത മകന്റെ ശിരസ് ഛേദിച്ച് അത് യസീദിന്റെ സൈന്യത്തിന് നേരെ എറിഞ്ഞു കൊടുത്തു. ഇത് ഇമാം ഹുസൈന്റെ തലയാണെന്ന് അവകാശപ്പെട്ടു. എന്നാൽ ഇമാം ഹുസൈന്റെ മുഖം കൃത്യമായി അറിയാമായിരുന്ന ശത്രുക്കൾ ഇത് ഹുസൈന്റെ തലയല്ലെന്ന് തിരിച്ചറിഞ്ഞു. തുടർന്ന് ഇമാമിന്റെ മാനം കാക്കാനും ആ പവിത്രമായ ശിരസ് ശത്രുക്കളുടെ കൈകളിൽ വീണ്ടും എത്താതിരിക്കാനും വേണ്ടി റഹീബ് സിംഗ് തന്റെ 2ാമത്തെ മകന്റെ ശിരസും ഛേദിച്ചു നൽകി. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി തന്റെ 7 പുത്രന്മാരുടെയും ശിരസുകൾ അദ്ദേഹം ഛേദിച്ചു നൽകിയെന്നാണ് ഐതിഹ്യം. ഒടുവിൽ റഹീബ് സിംഗിന്റെ പ്രായമായ അമ്മ തന്റെ സ്വന്തം ശിരസ് നൽകാൻ മുന്നോട്ട് വന്നതായും കഥകളിൽ വിവരിക്കുന്നുണ്ട്. തന്റെ മക്കളുടെ ജീവത്യാഗത്തിലൂടെയും സ്വന്തം കൈകളാൽ അവരുടെ ശിരസറുക്കേണ്ടി വന്ന അതിക്രൂരമായ ആ വേദന സഹിച്ചു റഹീബ് സിംഗ് ഇമാം ഹുസൈന്റെ ശിരസ് ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചു. ചരിത്രരേഖകളെക്കാൾ ഉപരി ഹുസൈനി ബ്രാഹ്മണരുടെ വാമൊഴി പാരമ്പര്യങ്ങളിലും നാടകങ്ങളിലും തലമുറകളായി കൈമാറി വരുന്ന സൗഹൃദത്തിന്റെയും ത്യാഗത്തിന്റെയും പരകോടിയായി വാഴ്ത്തപ്പെടുന്ന ഒരു ഐതിഹ്യമാണിത്.
എന്തായാലും ഇന്ത്യയിൽ മടങ്ങിയെത്തിയ റഹീബ് സിംഗും കൂട്ടാളികളും അന്നു മുതൽ തന്റെ പരമ്പരയിൽ ജനിക്കുന്ന ഓരോ കുട്ടിക്കും ഇമാം ഹുസൈന്റെ പേരിൽ ഓരോ ചടങ്ങുകൾ നടത്തി വരുന്നു. വരും തലമുറകളും ഇത് ആവർത്തിച്ചു. ഓരോരുത്തരും കഴുത്തിൽ മുറിവുണ്ടാക്കും. ഇമാം ഹുസൈന് വേണ്ടി ശിരസ് ഛേദിക്കപ്പെട്ടവരുടെ പിന്മുറക്കാരാണ് തങ്ങളെന്ന് അറിയിക്കാൻ വേണ്ടിയാണത്രേ ഇത്. ജനിച്ച കുട്ടികളുടെ മുണ്ടനം നടത്തുന്നത് ഇമാം ഹുസൈന്റെ പേരിലാണ് എന്നാണ് ഇവരുടെ സാക്ഷ്യം. ഇവർ ഇമാം ഹുസൈന് വേണ്ടി തങ്ങളുടെ പൂർവികരുടെ ജീവത്യാഗത്തിൽ അഭിമാനം കൊള്ളുകയും മുഹറം 10 അതിന്റെ ഓർമ്മയ്ക്കായി പ്രത്യേക ചടങ്ങുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു വരുന്നു. എന്നാൽ ഇസ്ലാമിക ചരിത്രകാരന്മാർ ഈ വാദങ്ങളെ ബലപ്പെടുത്തുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഷിയാക്കളിൽ ചിലർ ഇത് അംഗീകരിക്കുകയും തങ്ങളുടെ മുഹറം ചടങ്ങുകളിൽ ഇവരെ പങ്കെടുപ്പിക്കുകയും ചെയ്തു വരുന്നു. ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് കർബല യുദ്ധകാലത്ത് സിന്ധിൽ നിന്നുള്ള വസ്ത്രവ്യാപാരികളിൽ പലരും അക്കാലത്ത് ഇറാഖിൽ ഉണ്ടായിരുന്നു എന്നാണ്. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം എന്ന നിലയിൽ നന്മയോട് ചേരാൻ വേണ്ടി പോരാട്ട വീര്യമുള്ള പഞ്ചാബി തയ്യാറായി എന്നതിൽ അവിശ്വസനീയമായി ഒന്നുമില്ല എന്നാണ് അവരുടെ പക്ഷം. ഈ ഒരു വലിയ ത്യാഗത്തിന്റെ ഓർമ്മയിലാണ് അവർ ഹുസൈനി ബ്രാഹ്മണർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഒരു കൈയിൽ വേദവും മറുകൈയിൽ കർബലയുടെ സ്മരണയും എന്നാണ് ഇവരെ കുറിച്ച് പറയാറുള്ളത്. കർബല യുദ്ധത്തിന് ശേഷം റഹീബ് സിംഗും അവശേഷിച്ച അനുയായികളും ഇന്ത്യയിലേക്ക് മടങ്ങുകയും പഞ്ചാബ്, രാജസ്ഥാൻ, ജമ്മു കാശ്മീർ തുടങ്ങിയ പ്രദേശങ്ങളിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. പിന്നീട് വന്ന നൂറ്റാണ്ടുകളിൽ ഇവർ തങ്ങളുടെ സവിശേഷമായ സ്വത്തും കാത്തുസൂക്ഷിച്ചു. ഒരേ സമയം ഹിന്ദു ആചാരങ്ങളും ഇസ്ലാമിക ചരിത്ര സ്മരണകളും പിന്തുടരുന്ന വിചിത്രവും മനോഹരവുമായ ഒരു ജീവിത രീതിയാണ് ഇവർക്കുള്ളത്. തങ്ങൾ ബ്രാഹ്മണരാണെന്ന് അഭിമാനത്തോടെ പറയുമ്പോഴും മുഹറം മാസത്തിലെ വിലാപ ചടങ്ങുകളിൽ ഇവർ സജീവമായി പങ്കുചേരുന്നു. കർബലയിലെ രക്തസാക്ഷികളെ ഓർത്ത് കണ്ണീരൊഴുക്കുകയും വ്രതമനുഷ്ഠിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ കുട്ടികൾ ജനിക്കുമ്പോൾ ഇമാം ഹുസൈന്റെ സ്മരണ പുതുക്കുന്ന ചടങ്ങുകൾ നടത്തുന്ന പതിവും ഇവർക്കുണ്ട്. ചരിത്രത്തിൽ പിന്നീട് മധ്യകാലഘട്ടത്തിലും ഈ സമൂഹത്തിന്റെ സാന്നിധ്യം കാണാം. മുഗൾ ഭരണകാലത്തും അക്ബറുടെയും ജഹാംഗീറിന്റെയും സദസ്സുകളിലും ഹുസൈനി ബ്രാഹ്മണർക്ക് വലിയ ബഹുമാനവും സ്ഥാനവും ലഭിച്ചിരുന്നു. ഇന്ത്യയുടെ വിഭജന കാലത്ത് ഈ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി. നിലവിൽ ജമ്മു, അമൃത്സർ, പുഷ്കർ, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇവർ പ്രധാനമായും താമസിക്കുന്നത്. ഹിന്ദി സിനിമയിലെ വലിയ താരമായ സഞ്ജയ് ദത്ത്, അദ്ദേഹത്തിന്റെ പിതാവും പഴയകാല നടനുമായ സുനിൽ ദത്ത് തുടങ്ങിയവരെല്ലാം ഹുസൈനി ബ്രാഹ്മണ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ്. സുനിൽ ദത്ത് തന്റെ ഈ പാരമ്പര്യത്തെക്കുറിച്ച് പലപ്പോഴും പരസ്യമായി തന്നെ സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് തങ്ങൾ ഹുസൈനി ബ്രാഹ്മണരാണെന്നും തങ്ങളുടെ പൂർവികർ കർബലയിൽ വെച്ച് പ്രവാചകന്റെ കുടുംബത്തിനു വേണ്ടി ചോര ചിന്തിയവരാണെന്നുമാണ്. അദ്ദേഹത്തിന്റെ പൂർവികർ വിഭജനത്തിന് മുൻപ് ഇന്നത്തെ പാകിസ്ഥാനിലെ ഝലം ജില്ലയിലായിരുന്നു താമസിച്ചിരുന്നത്. വിഭജന കാലത്തുണ്ടായ കനത്ത വർഗീയ കലാപങ്ങൾക്കിടയിലും ഒരു മുസ്ലിം സുഹൃത്താണ് സുനിൽ ദത്തിന്റെ കുടുംബത്തിന്റെ ജീവൻ രക്ഷിച്ചതും അവരെ ഇന്ത്യയിലേക്ക് സുരക്ഷിതമായി കടക്കാൻ സഹായിച്ചതും. ഈ പശ്ചാത്തലവും ഒപ്പം തന്റെ പാരമ്പര്യവും ഉള്ളതുകൊണ്ട് തന്നെ മതേതരത്വത്തിലും മനുഷ്യത്വത്തിലും അടിയുറച്ചു വിശ്വസിച്ച വ്യക്തിയായിരുന്നു സുനിൽ ദത്ത്. തന്റെ ജീവിതത്തിൽ ഉടനീളം ഈ സൗഹാർദ്ദ പാരമ്പര്യം അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. മുംബൈയിൽ കലാപങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ സമാധാനത്തിന് വേണ്ടി തെരുവിലിറങ്ങാൻ അദ്ദേഹം മടിച്ചില്ല. നടി നർഗീസിനെ അദ്ദേഹം വിവാഹം കഴിച്ചതും ഈ ബഹുസ്വരതയുടെ തുടർച്ചയായിരുന്നു. സിനിമയ്ക്കപ്പുറം ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിലും കേന്ദ്രമന്ത്രി എന്ന നിലയിലും അദ്ദേഹം ജനങ്ങൾക്കിടയിൽ വലിയ ബഹുമാനം നേടി. അദ്ദേഹത്തിന്റെ മകനായ സഞ്ജയ് ദത്തും തന്റെ ഈ ഹുസൈനി പാരമ്പര്യം പല വേദികളിലും അഭിമാനത്തോടെ പങ്കുവച്ചിട്ടുണ്ട്. തന്റെ പിതാവിൽ നിന്നും പൂർവികരിൽ നിന്നും പകർന്നു കിട്ടിയ ഈ ചരിത്രം അദ്ദേഹം ഓർത്തെടുക്കാറുണ്ട്. മുഹറം നാളുകളിൽ ഹുസൈനി ബ്രാഹ്മണർ അനുഷ്ഠിക്കുന്ന ആചാരങ്ങളോടും ഇമാം ഹുസൈന്റെ ത്യാഗസ്മരണകളോടും വലിയ ആദരവാണ് ദത്ത് കുടുംബം ഇന്നും പുലർത്തുന്നത്. വലിയൊരു സിനിമാ പാരമ്പര്യമുള്ള ഈ കുടുംബം ഇന്നും ഇന്ത്യയിലെ ഹുസൈനി ബ്രാഹ്മണരുടെ ഏറ്റവും പ്രശസ്തമായ മുഖമായി അടയാളപ്പെടുത്തപ്പെടുന്നു. 1947 ഇന്ത്യ പാക് വിഭജനത്തിന് മുൻപ് ഇവരിൽ ഭൂരിഭാഗവും ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമായ ലാഹോർ, സിന്ധ്, സിയാൽകോട്ട് തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു താമസിച്ചിരുന്നത്. എന്നാൽ വിഭജനത്തിനു ശേഷം ഇവർ ഇന്ത്യയിലേക്ക് കുടിയേറുകയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോവുകയും ചെയ്തു. നിലവിൽ ഇവരെ കാണാൻ സാധിക്കുന്ന പ്രധാന സ്ഥലങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. ജമ്മു ആൻഡ് കശ്മീരിലെ ജമ്മു മേഖല, പഞ്ചാബ്, ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിൽ ഹുസൈനി ബ്രാഹ്മണ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ പൂനെ, ഉത്തർപ്രദേശിലെ ലക്നൗ, അലഹബാദ് തുടങ്ങിയ നഗരങ്ങളിലും ഇവരുടെ സാന്നിധ്യമുണ്ട്. രാജസ്ഥാനിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളായ അജ്മീർ, പുഷ്കർ എന്നിവിടങ്ങളിൽ ചെന്നാൽ ഇന്നും ഹുസൈനി ബ്രാഹ്മണ പാരമ്പര്യം അവകാശപ്പെടുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അജ്മീർ ഷെരീഫ് ദർഗയുമായും അവിടുത്തെ സൂഫി സംസ്കാരവുമായും ഇവർക്ക് അടുത്ത ബന്ധമുണ്ട്. കൂടാതെ ബീഹാറിലെ മുസഫർപൂർ ജില്ലയിലെ ഭൂമിഹാർ ബ്രാഹ്മണരിലെ ഒരു വിഭാഗവും ഹുസൈനി ബ്രാഹ്മണരുടെ പാരമ്പര്യം അവകാശപ്പെടുകയും
എല്ലാ വർഷവും മൊഹറം ചടങ്ങുകളിൽ പങ്കാളികളാകുകയും ചെയ്യുന്നുണ്ട്. മൊഹറം മാസത്തിലെ വിലാപ ചടങ്ങുകൾ നടക്കുന്ന സമയങ്ങളിലാണ് ഇവരുടെ സവിശേഷമായ ജീവിത രീതിയും ആചാരങ്ങളും നേരിട്ട് മനസ്സിലാക്കാൻ ഏറ്റവും അനുയോജ്യമായ അവസരം. ഈ ദിവസങ്ങളിൽ അവർ തങ്ങളുടെ വീടുകളിൽ ഇമാം ഹുസൈന്റെ പ്രതീകമായ ആലം, അതായത് കൊടി സ്ഥാപിക്കുകയും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യാറുണ്ട്. പൊതുവെ മോഹിയാൽ ബ്രാഹ്മണരിലെ ദത്ത് എന്ന ഉപവിഭാഗത്തിലാണ് ഹുസൈനി ബ്രാഹ്മണർ ഉൾപ്പെടുന്നത് എന്നതിനാൽ ഈ വംശപ്പേരിലുള്ള ആളുകളിലാണ് ഈ പാരമ്പര്യം പ്രധാനമായും കണ്ടുവരുന്നത്. ചരിത്രപരമായ തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും ഹുസൈനി ബ്രാഹ്മണർ എന്ന വിഭാഗം ഇന്നും ലോകത്തിന് മുന്നിൽ വെക്കുന്നത് വിഭജനങ്ങളില്ലാത്ത മാനവികതയുടെ വലിയൊരു സന്ദേശമാണ്. മതത്തിന്റെ പേരിൽ മനുഷ്യർ ചേരിതിരിയുന്ന ആധുനിക കാലത്ത് ഒരു കയ്യിൽ വേദവും മറുകൈയിൽ കർബലയുടെ സ്മരണകളുമായി ജീവിക്കുന്ന ഈ സമൂഹം ബഹുസ്വരതയുടെയും പരസ്പര ബഹുമാനത്തിന്റെയും ഉദാത്തമായ പ്രതീകമാണ്. കാലം എത്ര കഴിഞ്ഞാലും ഭാരതീയ സംസ്കാരത്തിന്റെ മനോഹരമായ സംഗമമായി ഈ വീരചരിത്രം ചരിത്രത്താളുകളിൽ എന്നും തിളങ്ങി നിൽക്കും. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തായാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.